അങ്ങനെ വെസ്റ്റ് ഇൻഡീസിൽ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ദിവാലിയാണ്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ദിവാലി നഗർ കാണാൻ വേണ്ടി ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഷെഗുണാസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നാട്ടിൽ വന്നിട്ട് ദിവാലിയൊക്കെ ആഘോഷിക്കുന്നതൊക്കെ കണ്ടപ്പം എല്ലായിടത്തും ദിവാലി പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലി ഇത്ര സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവപ്പറമ്പിൽ പോയൊരു പ്രതീതിയായിരുന്നു ഈ ഒരു ദിവാലി നഗറിലോട്ട് എൻ്റർ ചെയ്തപ്പം. ഇനി നമുക്ക് വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ചെന്ന പോലെയായിരുന്നു. കാരണം എല്ലാവരും സാരി, ചുരിദാർ, നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല മ്യൂസിക് ഷോയ്, അങ്ങനെ കുറേ ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഇവിടെ മ്യൂസിക്കായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം മ്യൂസിക്കൊക്കെ കേട്ട് അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും കാഴ്ചകൾ കാണാൻ വേണ്ടിയൊക്കെ അങ്ങോട്ട് നടന്നു. വഴിയോര കച്ചവടം പോലെ തന്നെ കുറേ ഡ്രസ്സുകളുടെ എല്ലാത്തിൻ്റെയും ഷോപ്പുകളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങ് നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഡ്രസ്സിൻ്റെ ഷോപ്പിലെത്തി. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ അധികം യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടൊന്നും മേടിച്ചില്ല. ഇവിടെ തന്നെ ആൾക്കാരൊക്കെ ഉള്ളത് ഇവർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് അവർ കുറേ ഡ്രസ്സുകളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല വളകൾ, കമ്മലുകൾ, നല്ല വെറൈറ്റി സ്റ്റൈലിലുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കതൊന്ന് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും മേടിച്ചില്ല. പിന്നെ കുറച്ച് കറങ്ങി നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ഫുഡ് കോർണറിന് അവിടെ എത്തി. ഈ ഒരു ലൈൻ മൊത്തം ഫുഡായിരുന്നു. നമുക്ക് ട്രിനിഡാഡിയൻ സ്റ്റൈലിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡിലാണ് മെയിൻ ഫോക്കസ്. കാരണം ദിവാലി നമ്മുടെ ഇന്ത്യൻസ് ആണല്ലോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നല്ല സ്വീറ്റ്സ്, ദീപാവലിയുടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലഡു തിന്നാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ലഡു മേടിച്ചു. ലഡു ഞങ്ങൾ അധികം ഒന്നും മേടിച്ചില്ല. ഞങ്ങൾ 2-3 ലഡു മേടിച്ചു. ആദ്യം തിന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മേടിക്കാമെന്ന് ഓർത്തിട്ട്. ലഡു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ജിലേബി അത്ര പോരായിരുന്നു. നമ്മുടെ നാട്ടിലെ ജിലേബിയായിട്ട് യാതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു. അതിനുവേ നമ്മൾ 2 ജിലേബി മേടിച്ചു, ലഡു മേടിച്ചു, കഴിച്ചു, ടേസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത് നമ്മുടെ സമൂസയായിരുന്നു. സമൂസ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് തന്നെയായിരുന്നു സമൂസയ്ക്ക്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിറപ്പ് ചട്നി നമുക്ക് കിട്ടിയില്ല. അതിന് വരെ ഒരു സിറപ്പായിരുന്നു കിട്ടിയത്. കുഴപ്പമില്ല, അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ മസാല ദോശ എല്ലാവരും തകൃതിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് മസാല ദോശയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലോട്ട് നോട്ടം പോയില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ അടുത്ത ഫുഡ് സ്റ്റേഷൻ നോക്കി നടക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ ട്രിനിഡാഡിലെ ഒരു ഫുഡ് ഐറ്റംസാണ് പൊലോറി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ 2-3 കടയിൽ കയറി. അവിടെയൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ അത് തപ്പി കുറച്ച് നേരം നടന്നു. ഇത് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചട്നിയുടെ കൂടെ കഴിക്കാമെന്ന്. അപ്പം അങ്ങനെ തപ്പി അവസാനം നമ്മളൊരു ഷോപ്പിന് മുന്നിലെത്തി. അവിടെ നോക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കൊടുക്കുന്ന കണ്ടു. അങ്ങനെ നമ്മൾ മേടിച്ചു കുറച്ച്.
അങ്ങനെ ആദ്യമായിട്ട് ഞാനും ടേസ്റ്റ് ചെയ്തു പുലോറി. കുഴപ്പമില്ലായിരുന്നു, നല്ല ആവി പറക്കുന്ന പുലോറി, ചൂടോടുകൂടി ചട്നിയുടെ കൂടെ കഴിക്കാൻ. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കൂടെയുള്ളവരൊക്കെ നല്ല ടേസ്റ്റോടെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കോൺ സൂപ്പ് പരീക്ഷിക്കാൻ വേണ്ടി കോൺ സൂപ്പ് മേടിച്ചു. എല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മേടിച്ചാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ അവസാനം കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ഞങ്ങൾ മ്യൂസിക് ഷോ കുറച്ച് നേരമൊക്കെ കണ്ടിരുന്ന്. അപ്പോഴത്തേനും സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ദിവാലി നഗറിൽ പോയില്ലായിരുന്നെങ്കിൽ മിസ് ചെയ്തേനെ. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.